ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അംബ്രല്ല കട്ടിംഗ് മോഡലായിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ നെക്ക് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ സ്കേർട്ടും അതിൻ്റെ ബോഡി പാർട്ടും എല്ലാം കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈൻ വളരെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണയായിട്ട് എല്ലാവർക്കും പരിചിതമുള്ള ഒരു നെക്ക് ഡിസൈൻ തന്നെയാണത്. എന്നാലും അതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ അളവും സ്റ്റിച്ചിങ്ങും ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 6.5 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ ലെങ്ത്ത് വരുന്നതും ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോൾ 4 ഇഞ്ച് വിഡ്ത്ത് വരുന്നതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 2.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കർവ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിതിനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിലേക്ക് മടക്കി തയ്ച്ച് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇത് സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ സ്റ്റിച്ച് കയറാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ക്യാൻവാസിൽ സ്റ്റിച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ തൊട്ടരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ ഓരോ കോർണർ എത്തുമ്പോഴും നീഡിൽ താഴേക്ക് ഇറക്കി നിർത്തിയ ശേഷം തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. ഇങ്ങനെ വെച്ച് ഇതിനെ ഇതുപോലെ പുറത്തേക്ക് വെച്ച ശേഷം ഇതിൻ്റെ സൈഡിലൂടെ തയ്ച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ മറിച്ച് വെച്ചതിന് ശേഷം സൈഡിലൂടെ പതിച്ചടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് സാധാരണ മടക്കും പോലെ മടക്കിയതിന് ശേഷം നല്ല തുണിയുടെ മുകളിലൂടെ എഡ്ജ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പതിച്ചടിച്ച് കൊടുത്താലും മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ വളവ് പതിച്ചടിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നേരെ അകത്തേക്ക് മറിച്ചതിന് ശേഷം മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചുകളൊന്നും പുറത്ത് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്ത് പതിച്ചടിച്ചത്. കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.